ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നിന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകർ നോമിനേഷൻ കൊടുക്കാൻ പോയതാണ്. അവിടെ വെച്ചാണ് ഉന്തും തള്ളും. തമ്മിലടി ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ നേതാക്കൾ ഇടപെട്ട്, ഓഫീസ് ജീവനക്കാരും ഇടപെട്ട് രണ്ട് വിഭാഗത്തെയും പിടിച്ചു നീക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഓഫീസ് സംഘർഷഭരിതമായേനെ, എന്ന് വെച്ചാൽ ഏറ്റുമുട്ടൽ നടന്നേനെ. കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ്. സാധാരണ ഇത്തരം സംഭവങ്ങളിലൊക്കെ ഏതെങ്കിലും എതിർ പാർട്ടിക്കാരുമായി സംഘർഷം ഉണ്ടാകുക, അതാണ് കേരളത്തിലെ രീതി. എന്നാൽ ഇപ്പോൾ സംഘർഷം മുഴുവൻ ഒരു പാർട്ടിയിലാണ്, പാർട്ടിക്കകത്താണ്. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ദൃശ്യം പ്രേക്ഷകർ കണ്ടത്. അത് കാസർഗോഡ് DCC ഓഫീസിൽ നിന്നാണ്. മറന്നുപോയവർക്ക് ആ ദൃശ്യം ഒന്നുകൂടി കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് അധികാരമോഹം കോൺഗ്രസിൽ കൂടിക്കൂടി വരുന്നു എന്ന് സാമാന്യേന പറയാം. എന്നാൽ അതുകൊണ്ട് മാത്രമാണോ? നേതൃത്വമില്ല, പ്രശ്നങ്ങളുണ്ട്. എല്ലാ പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്. CPM-ലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുമുണ്ട്. CPM-ൽ പ്രശ്നങ്ങളുണ്ടായാൽ അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട്. വിമതനായി മത്സരിച്ചവരെ ആ നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതൊക്കെ CPM-ൽ നടക്കുന്നുണ്ട്. സംഘടനാപരമായ ചിട്ട CPM പാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ലും LDF-ലും വിമത ശല്യം തീരെയില്ല എന്ന് പറയാം. ഒന്നോ രണ്ടോ ഇടത്ത് ഉള്ളത് കാണാതിരിക്കുന്നുമില്ല. എന്നാൽ മുസ്ലിം ലീഗിലാണ് ഇത്തവണ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നത്. ഒരിക്കലും സംഭവിക്കില്ല മുസ്ലിം ലീഗിൽ വിമത സ്ഥാനാർത്ഥി. PMA സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോലും വിമത സ്ഥാനാർത്ഥിയുണ്ട്. നേതാക്കളെ പടന്നയിൽ, കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ ഓഫീസ് മുറിയിൽ പൂട്ടിയിടുന്നു. ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തി മുസ്ലിം ലീഗിന്റെ അണികൾ, പ്രത്യേകിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് വിമതശല്യം ഇത്തവണ രൂക്ഷമാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളെ റോഡിൽ തടഞ്ഞു വെച്ചു മണിക്കൂറുകളോളം. അതും നാം കണ്ടതാണ് മലപ്പുറം ജില്ലയിൽ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾക്ക് എതിരെ അണികൾ രംഗത്തിറങ്ങുന്ന കാഴ്ച പരിഹരിക്കാൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ, ഉന്നത നേതാക്കൾ ഇടപെട്ടാലും പ്രശ്നം തീരുന്നില്ല. അത് മുസ്ലിം ലീഗ്. തൊട്ടിപ്പുറത്ത് കോൺഗ്രസിലാണ് രസകരമായ സംഭവങ്ങൾ. എന്തുകൊണ്ടാണ്? നേതാക്കളില്ല. കോൺഗ്രസിൻ്റെ അടിമുതൽ മുടി വരെ വിമത ശല്യം, ഗ്രൂപ്പ് ശല്യം, തമ്മിലടി എന്നിവ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, അത്രയൊന്നും ഇല്ല, സാധാരണ കോൺഗ്രസിൽ ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രശ്നത്തിൽ ഇടപെടുന്നേയില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ KPCCയുടെ ജനറൽ സെക്രട്ടറി മണ്ഡലം കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു രമണി P നായർ. ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു തിറയൻകീഴ്. പക്ഷേ ആരും ഇടപെട്ടില്ല. അദ്ദേഹം ജനറൽ സെക്രട്ടറി പദവി മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വം വരെ രാജിവെച്ച് പുറത്തുപോയി. DCC പ്രസിഡന്റ് തന്നെ രാജിക്കത്ത് കൊടുത്തു. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് DCC പ്രസിഡന്റ് ശക്തൻ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അന്ന് ഇടപെടാൻ രമേശ് ചെന്നിത്തല തയ്യാറായി. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തുടരാം എന്ന് സമ്മതിച്ചു. അപ്പോഴും KPCC പ്രസിഡന്റിനെ കാണാനില്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനെ കാണാനില്ല. കോൺഗ്രസിൻ്റെ കേരളത്തിലെ നമ്പർ 1 സംശയം വേണ്ട KPCC പ്രസിഡന്റ് തന്നെയാണ്. ചിലപ്പോൾ നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 1 ആകാറുണ്ട് UDF-ന്റെ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്. ഒന്നുകിൽ മുഖ്യമന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കും. UDF-ന്റെ ചെയർമാനാണ്. കോൺഗ്രസിലെ നമ്പർ 1 എപ്പോഴും നിൽക്കാറുണ്ട്. ഒരു പക്ഷേ KPCC പ്രസിഡന്റിനേക്കാളും മുകളിൽ, ഒരു പടി മുകളിൽ UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ്, അതിലേക്ക് മുഖ്യമന്ത്രി ഉണ്ടാകാറുണ്ട്. പ്രശ്നങ്ങളിൽ ഓടി ഇടപെട്ട് പരിഹരിക്കാറുണ്ട്. KPCC പ്രസിഡന്റ് ഇടപെടുന്നില്ല.
പ്രതിപക്ഷ നേതാവും ഇടപെടുന്നില്ല, UDF ചെയർമാൻ. അപ്പോൾ UDF കൺവീനർ എവിടെ? അടൂർ പ്രകാശ് ഒന്നും കേൾക്കുന്നില്ല, പ്രസ്താവന പോലുമില്ല. എവിടെയാണ് അദ്ദേഹം എന്ന് പോലും അറിയില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നാഥനില്ല കളരിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ ആളില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. നേതാക്കളുണ്ട്, അണികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ. കോൺഗ്രസ് ഒരു സംശയവും വേണ്ട, അതിൻ്റെ പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതാണ് കോൺഗ്രസിൽ തമ്മിലടി കൂടിക്കൂടി വരുന്നതും നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് അണികൾ രംഗത്തിറങ്ങുന്നതും.